ഹായ്. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. അതായത് ലൈഫിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്തിനാണ്, വിലപിടിപ്പുള്ളത് എന്താണെന്നുള്ളത്. പലപ്പോഴും കൂടുതലായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉയർന്നു വരുന്ന ഒരു ഉത്തരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എന്നുള്ളതാണ്. പൈസയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതെന്നാണ്. കാരണം പലരും പറയും, അതായത് പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല. അതേപോലെ നാടൻ വാക്കുകളാണ്, അതായത് പണമില്ലാത്തവൻ പിണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലാണ് പൈസയാണ് കൂടുതലായിട്ട് ആളുകൾ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് വളരെ ചുരുക്കം പേരെങ്കിലും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് ഡിബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യമാണ് പൈസ വിലപിടിപ്പുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ വളരെ വിലപിടിപ്പുള്ളത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും കൂടുതൽ വിലപിടിപ്പുള്ളതാണ് നമ്മുടെ സമയം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് സമയത്തിൻ്റെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു റിയലൈസേഷൻ, അതായത് സമയത്തിൻ്റെ വിലയുടെ റിയലൈസേഷൻ ഇല്ലാതെ പോകുന്നത് സമയത്തെ നമ്മളൊരു മെഷറബിൾ ടേമിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ടാണ്. കാരണം പൈസ നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നുണ്ടല്ലേ, നമുക്കറിയാം. നമ്മൾ ആ ഒരു 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അളന്ന് മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ സമയത്തെ നമ്മളങ്ങനെ മെഷർ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സമയം എത്ര വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാവാൻ സാധിക്കാത്തത്. അതായത് ഒരു വ്യക്തി അയാളുടെ ലൈഫിലൊരു ആവറേജ് ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ 80 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അയാൾ ജീവിക്കുന്നത് വെറും 29,000 ദിവസമാണ്. 29,000 ഡേയ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ 29,000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചുരുക്കം ദിനങ്ങളാണ് ഒരു വ്യക്തിയുടെ ആയുസ്സിനുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയം എത്ര പ്രീഷ്യസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലവഴിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി അയാളുടെ ലൈഫിലൊരു 30 വയസ്സിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അയാൾ ബില്ലിയനെയറാണ്. ബില്ലിയനെയർ എന്ന് പറഞ്ഞാൽ കോടീശ്വരൻ എന്നർത്ഥം. അപ്പോൾ ബില്ലിയനെയർ എന്ന് പറഞ്ഞാൽ ടൈം ബില്ലിയനെയർ. അതായത് 30 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഇനി 2 ബില്യൺ സെക്കൻഡുകൾ, അതായത് 200 കോടി സെക്കൻഡുകളാണ് ഇനി ചിലവഴിക്കാനായിട്ടുള്ളത്. ഈ വ്യക്തി 30 വയസ്സിൽ നിന്ന് അയാളുടെ 50 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഈ 2 ബില്യൺ സെക്കൻഡ് എന്നുള്ളത് മാറി 1 ബില്യൺ സെക്കൻഡ്, അതായത് വീണ്ടും അതിൻ്റെ പകുതിയായി തീരുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടൈമിലേക്ക് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ സെക്കൻഡും എത്ര വാല്യൂബിൾ ആണെന്ന് മനസ്സിലാക്കാനും, ആ സെക്കൻഡുകൾ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ച് കിട്ടില്ല. പൈസയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടും, നമ്മൾ സ്പെൻഡ് ചെയ്താലും വീണ്ടും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും എത്ര പ്രീഷ്യസ് ആണെന്ന് അളന്ന് മെഷർ ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമയത്തിൻ്റെ ആ ഒരു വില എന്താണെന്ന് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു.